ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു സഫ ഫുഡ് ലാൻഡ്. എന്തൊക്കെ എല്ലാവർക്കും സുഖം തന്നെ? അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നിട്ടാ. എന്തൊക്കെ നിങ്ങളെ വിശേഷമെല്ലാം, ഇതെല്ലാം എങ്ങനെ പോയി, എങ്ങനെയുണ്ട്? അപ്പോൾ എൻ്റെ ഇത് എന്തെല്ലോ ആയിട്ട് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ആവില്ലല്ലോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഉണ്ട്. ഒരു 5-6 ദിവസത്തെ കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ വ്ളോഗാട്ടോ ഇടുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് മുബാറക്കെല്ലാം കഴിഞ്ഞിന്, എന്നാലും ഞാൻ ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് പറയാമെന്ന്. ഈ ഒരു ദിവസം പെരുന്നാളിൻ്റെ ഒരു 3 ദിവസം മുന്നായിരുന്നു കേട്ടോ. അന്ന് നമ്മൾ നഖമെല്ലാം നല്ലോണം ഒന്ന് ചുവപ്പിച്ച് വെക്കുമല്ലോ. അപ്പോൾ ഒരു 3 ദിവസം മുന്നേ ഇട്ടാൽ നല്ല കളറാവുമല്ലോ പെരുന്നാളാകുമ്പോഴത്തിന്. അപ്പോഴേക്കോ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഒരു 3-4 ദിവസം മുന്നേ ഞാൻ മെഹന്തി ഉണ്ടാക്കിയതായിരുന്നു കേട്ടത്. ഉണ്ടാക്കിയിട്ട് ഞാൻ ഇതുപോലെ ബോട്ടിലാക്കിയിട്ട് വെക്കല. ഇത് പഞ്ചസാരയും ചായപ്പൊടിയും മാത്രം അങ്ങനെ ഉണ്ടാക്കുന്ന കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ ഒരുപാട് ഇതെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ, വീഡിയോസെല്ലാം ഈ മെഹന്തിൻ്റെ. അപ്പോൾ അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആക്കിയാൽ ഞാൻ കാണിക്കട്ടെ. അപ്പം അതൊരു 3-4 ദിവസം മുന്നേ എന്നിട്ടാ. പിന്നെ കുറച്ച് കൂടുതൽ ഈത്തപ്പഴം ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. ഇതേറ്റവും നട്ട്സെല്ലാം ഇട്ടിട്ട് ഈത്തപ്പഴത്തിൻ്റെ ലഡു ആക്കിയിട്ട് വെച്ചാൽ നമുക്ക് രാവിലെ അങ്ങനെ കഴിക്കാമല്ലോ. ഞാൻ അതിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് കൂടുതലുണ്ട് ഈത്തപ്പഴം. അപ്പോൾ അങ്ങനെ ആക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ കുരുവെല്ലാം ഇങ്ങനെ ഫ്രീ കിട്ടുന്ന ടൈമിൽ അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് അങ്ങനെ ഓരോന്നെടുത്തേക്കല. പിന്നെ ആ ബോട്ടിലെടുത്ത് വെക്കുന്ന എപ്പോഴും കഴിക്കുന്നത് അതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതെല്ലാം ഒന്ന് ഫില്ലാക്കിയിട്ടെല്ലാം വെക്കലായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഈത്തപ്പഴല്ലേ ഫില്ലാക്കി വെച്ചതേ ഓർമ്മയുള്ളൂ കേട്ടോ. പിന്നെ ഒന്നും ഓർമ്മയില്ല. ഹോസ്പിറ്റലിലും ഒക്കെ ആയിട്ട് യാ റബ്ബേ 4-5 ദിവസം ഞാൻ സ്റ്റോറിയെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഞാൻ ഇതേപോലെ ഇങ്ങനെ കുറച്ച് ഇങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പുറത്ത് പോയിട്ട് വന്ന് എനിക്കൊരു ഭയങ്കര തൊണ്ടവേദന കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് തന്നെ ചുക്ക് കാവ അതെല്ലാം കുടിച്ചിട്ട് വന്ന് റൂമിലേക്ക് വന്ന് പിന്നെ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു തണുപ്പ് ഇങ്ങനെ കയറി തന്നെ കേട്ടോ. പിന്നെ എനിക്ക് തന്നെ മനസ്സിലായി എനിക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് എന്തോ ആകുന്നുണ്ട് എൻ്റെ ശരീരത്തിന് എന്നുള്ളത് അറിഞ്ഞിട്ടാണ്. എന്താ വെച്ചാൽ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തണുപ്പ് കുത്തലും എന്തെല്ലോ ഒരു ഫീലാകുന്ന പോലെ. അപ്പം ഞാൻ ബെഡിൽ ബെല്ലൊക്കെ ഇടുന്നപ്പോൾ നോക്കുമ്പോൾ ഭയങ്കര തണുപ്പടിക്കുന്നു, ഭയങ്കര ഉള്ളിൽ നിന്ന് ഭയങ്കര ഇങ്ങനെ വിറക്കുന്ന ഒരു പനി പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ലേ. ഞാൻ ഒറ്റ കിടപ്പിലായി. പിന്നെ പിറ്റേന്ന് രാവിലെ ഹോസ്പിറ്റലിൽ പോയി കാണിച്ച്, അതായത് പെരുന്നാളിൻ്റെ ഒരു 2 ദിവസം മുന്നാണ്, ഇനിയുണ്ട് പെരുന്നാൾക്ക് 2 ദിവസം. അങ്ങനെ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പറഞ്ഞ് പിന്നെ നല്ല പനിയുണ്ട്. അപ്പോൾ പനി ഇങ്ങനെ പെട്ടെന്ന് നിൽക്കാനുള്ള ഇഞ്ചക്ഷൻ അടിക്കാനല്ലാതെ ഇത് ഭയങ്കര പനിയായിന്. പിന്നെ അതുമല്ല എനിക്ക് ഭയങ്കര ബോഡി പെയിൻ എന്ന് പറഞ്ഞാൽ അത്ര കൈ മടക്കാൻ പറ്റുന്നില്ല, വിരൽ മടക്കാൻ പറ്റുന്നില്ല, മൊത്തം വേദന, ബോഡി പെയിൻ. അങ്ങനെ ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പം അപ്പോൾ 2നും കൂടെയുള്ള ഇഞ്ചക്ഷൻ എല്ലാം വേദനയ്ക്കും എല്ലാം കൂടെയുള്ള ഇഞ്ചക്ഷൻ എല്ലാം അടിച്ച് അരമണിക്കൂർ അവിടെ കിടന്ന് ഞാൻ ഇങ്ങോട്ട് തന്നെ വന്ന് വീട്ടിൽ വന്ന് ഇല്ല അവരുടെ മെഡിസിൻ്റെ ആ ഒരു ടൈമിങ് കഴിഞ്ഞപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഭയങ്കര പനി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ വിറക്കുക. എനിക്കെന്തൊരു എന്തെന്ന് എനിക്ക് തന്നെ ഒരു ബുദ്ധിയില്ലാത്ത പോലെ അതിന് അങ്ങനത്തെ പനി. പിന്നെയും ഡോക്ടറോട് പോയി പറഞ്ഞ് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ബ്ലഡെല്ലാം ടെസ്റ്റ് ആക്കണം എന്ന് പറഞ്ഞ് ബ്ലഡെല്ലാം ടെസ്റ്റ് ആക്കിയപ്പം എനിക്ക് ബ്ലഡിൽ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്, നല്ലോണം ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അതിനും ഇതുപോലെ ഇഞ്ചക്ഷൻ അടിക്കണം, അല്ലാതെ മാറില്ല എന്ന് പറഞ്ഞു. ഇത് പെരുന്നാളിൻ്റെ തലേന്നാണ് പിന്നെ ഈ ബ്ലഡ് ടെസ്റ്റ് ആക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പം ഏതായാലും ഡോക്ടർ പറഞ്ഞ് 4 ദിവസം ഇഞ്ചക്ഷൻ ഉണ്ട്, എവിടെയും പോകാൻ പറ്റില്ല. പിന്നെ അങ്ങനെ നമ്മൾ 4 ദിവസം പോയിട്ട് നമ്മൾ ഇഞ്ചക്ഷൻ എടുത്ത് പിന്നെ ആൻറ്റിബയോട്ടിക് എഴുതി തന്ന് അങ്ങനെ ആയിട്ട് പനിയെല്ലാം കുറഞ്ഞ് കൈയും കാല വേദന എല്ലാ പെയിനും എല്ലാം കുറഞ്ഞിട്ട് വന്ന്. അപ്പോൾ ഇതാണ് പറഞ്ഞത്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പെരുന്നാൾക്ക് ഇങ്ങനെ ആക്കണം അങ്ങനെ ആക്കണം. ഒന്നാമത്തെ നമ്മൾ വീഡിയോസ് എല്ലാം എടുക്കുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ സാധനം ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. 3 ദിവസം മുന്നേ ഞങ്ങൾക്ക് തുടങ്ങിയല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കണം അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ സാധനമൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ ബ്ലഡിൽ ഇൻഫെക്ഷൻ വന്നതുകൊണ്ട് തന്നെ എനിക്ക് ബോഡിയിലെല്ലാം ഒരു അലർജി പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ കഞ്ഞി തന്നെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പനി വന്നതിന് ശേഷം വെറും കഞ്ഞി തന്നെ കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ 1-ാം പെരുന്നാൾക്ക് എൻ്റെ ഉപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടുന്ന് പോവും, അപ്പോൾ ഇങ്ങോട്ട് വരും എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടിക്കറ്റ് കൺഫേം ആക്കിയിട്ടില്ലേന്, പിന്നെ അന്ന് വന്നിട്ടില്ല കേട്ടോ. എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് വന്നിട്ടാ. പിന്നെ 2-ാം പെരുന്നാൾക്ക് എൻ്റെ സിസ്റ്ററും കുട്ടികളും ഉപ്പയും എല്ലാവരും കൂടെ അല്ലയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഫുഡൊന്നും ആക്കാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് സുഖമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞ് നമ്മൾ വരുന്നില്ല എന്നല്ല. പിന്നെ
അവളും നാട്ടിൽ പോവാന്ന്, പിന്നെ ഉപ്പി നാട്ടിൽ പോവാന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഏതായാലും വരി, ഞാൻ ഫുഡൊന്നും ആക്കുന്നില്ല, ഡോക്ടർ പിന്നെ എൻ്റെ അടുത്ത് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് കഴിക്കാം വരിങ്ങളെന്ന് പറഞ്ഞപ്പോൾ അത് വിളിച്ച് അങ്ങനെ പിന്നെ അവർ ഒരു 12 മണി ആകുമ്പം രണ്ടാം പെരുന്നാൾക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചായക്കടയിൽ പോയിട്ട് ഫുഡെല്ലാം ഉച്ചയ്ക്ക് കഴിച്ച് പിന്നെ രാത്രി ആകുമ്പോൾ എല്ലാവരും കൂടെ അവർ തിരിച്ചു പോവുകയും ചെയ്തിട്ടല്ലേ എനിക്ക്. പിന്നെയും 2 ദിവസം ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു, പിന്നെ ആൻറ്റിബയോട്ടിക് ഉണ്ട്. ഇഞ്ചക്ഷൻ കഴിഞ്ഞതിന് ശേഷം ആൻറ്റിബയോട്ടിക് 5 ഡേയ്സ് എടുക്കണം എന്ന് പറഞ്ഞ് ഇപ്പോൾ എടുത്തുകൊണ്ടുണ്ട് കേട്ടോ, കഴിഞ്ഞിട്ടില്ല. ഇപ്പം കുഴപ്പമില്ല അൽഹംദുലില്ലാ. പിന്നെ നമ്മൾ പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച ഉപ്പ ചൊവ്വാഴ്ചയാണ് പോകുന്നത്, നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ദുബായ് എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഉപ്പാനെ കൂട്ടാൻ വേണ്ടി തിങ്കളാഴ്ച പോയി ഉപ്പാനെ എടുത്ത് വന്ന് ഉപ്പ ഒരു ദിവസം സ്റ്റേ ആയി ചൊവ്വാഴ്ച വൈകുന്നേരം ഉപ്പാനെ യാത്രയാക്കിയിട്ടാണ്. പിന്നെ അതാണ് ആ പെട്ടി കിട്ടുന്നതില്ലേ, അത് ഉപ്പ അവിടുന്ന് പോവാന്ന്. പിന്നെ ഞാൻ കുറേ വീഡിയോസ് അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഫുഡും ഒന്നും ആക്കിയിട്ടുമില്ല, ഉപ്പാക്ക് പർച്ചേസിങ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്നൊക്കെ ഫുഡെല്ലാം കഴിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞല്ലേ അങ്ങനെയൊന്നും ഉണ്ടാക്കലില്ല, എന്തെങ്കിലും ചെറിയ ദോശ അല്ലാന്നുണ്ടെങ്കിൽ കഞ്ഞി, അങ്ങനെ കൂടുതലും കഞ്ഞി തന്നെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കൽ. അങ്ങനെ ഉപ്പയും പോയിട്ടാണ് ചൊവ്വാഴ്ച വൈകുന്നേരം ഉപ്പാനി നമ്മളത് എയർപോർട്ടിൽ കൊണ്ടാക്കി കൊടുത്ത് ഞാനിതാ നേരെ റൂമിലേക്ക് വന്ന്. അപ്പം കുറേ ക്ലീനെല്ലാം ആക്കിയിട്ട് കുറേ ദിവസമായി കേട്ടോ. പിന്നെ ഉപ്പാൻ്റെ പെട്ടിയും അതെല്ലാം കെട്ടിയതല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പേപ്പറും അതും ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് ക്ലീനാക്കാം. ഇപ്പം എനിക്ക് അൽഹംദുലില്ലാ കുറവുണ്ട്, പക്ഷേ മെഡിസിൻ കുടിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഭയങ്കര ടയേർഡ് ഉണ്ട് അങ്ങനെ. അപ്പോൾ അതാ ഞാനതിപ്പോൾ രാത്രിയാണ് കേട്ടോ ഉപ്പ പോയി ചൊവ്വാഴ്ച. ഉപ്പ പോയതിൻ്റെ ശേഷം അത് പിന്നെ പുറത്ത് പോയിട്ടുണ്ട് പണിക്ക്. അപ്പം ഞാൻ റൂമിലിരിക്കല്ലേ ഒന്നായിട്ടൊന്ന് ക്ലീനാക്കാമെന്ന് വിചാരിച്ചിട്ട് മൊത്തത്തിൽ ഒന്ന് ക്ലീനാക്കി എടുക്കലാന്ന്. പിന്നെ പെരുന്നാൾക്ക് നമ്മളില്ലേ ഫാദിൻ്റെ കസിൻ്റെ റഫി എന്ന് പറയും, അപ്പോൾ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങോട്ട് പോരുകയും ഫുഡ് കഴിക്കാനെന്ന് പറഞ്ഞിട്ട്. പിന്നെ എനിക്ക് പിന്നെ വേറെ ഫുഡൊന്നും കഴിക്കാൻ പറ്റൂല, അങ്ങനെ പിന്നെ അവരെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി. പിന്നെ അവിടെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ അവരെ ഒരു കസിനുണ്ട് അവിടെ പോയിട്ട് രാത്രി അവിടുത്തെ ഫുഡും കഴിച്ചിട്ട് പിന്നെ എല്ലാവരും കൂടെ ഒന്ന് കൂടി ഫോട്ടോസെല്ലാം എടുത്ത്. അന്നാണ് ഞാനൊരു സ്റ്റോറിയെല്ലാം വെച്ചിനല്ലേ, അപ്പം അന്നെടുത്തായിരുന്നു കേട്ടോ ഫോട്ടോസെല്ലാം. അതെല്ലാം എടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെ വന്ന്. അങ്ങനെ ഒന്നാം പെരുന്നാൾക്ക് അങ്ങനെ ഉണ്ടായത്. അതും നമ്മൾ വൈകുന്നേരം കേട്ടോ പോയത്, ഇഞ്ചക്ഷനൊക്കെ അടിക്കാണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ വേഗം വന്നും ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുന്ന്. പിന്നെ രണ്ടാം പെരുന്നാൾക്ക് എൻ്റെ ഉപ്പാൻ്റെ ഒരു വന്ന് അവരും വന്നിട്ട് പോയി. പിന്നെ ഇങ്ങനെ തന്നെ കേട്ടോ അവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല ഉപ്പ ചൊവ്വാഴ്ച പോയി, ഇത് രാത്രി ഞാൻ ഫുള്ളായിട്ട് ഇതാ ഒന്ന് ക്ലീൻ ആക്കിയിട്ടെല്ലാം എടുക്കലാണ്. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കണം, സ്വീറ്റ്സ് ഉണ്ടാക്കണം, എല്ലാവർക്കും കൊടുക്കണം, അങ്ങനെയെല്ലാം വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം നമ്മൾ വിചാരിക്കുന്ന, ഞാൻ പറഞ്ഞില്ല എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ, പഠിച്ച എന്ത് കരുതി അതേപോലെയല്ല. അൽഹംദുലില്ലാ ഇപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡ്രസ്സിൻ്റെ വീഡിയോസ് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് എടുക്കാനും പറ്റിയിട്ടില്ല ഇടാനും പറ്റിയിട്ടില്ല. ഇതൊരു 4 ദിവസം മുന്നേ തുടങ്ങിയെന്നല്ല എനിക്ക് കഴിയാതാവല്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഡ്രസ്സിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, വെറും കെടുത്തം തന്നെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ വീഡിയോസൊന്നും ഇടാഞ്ഞത്. പിന്നെ മെഹന്തി അന്ന് ഞാൻ നഖത്തുമ്മ ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ ഒരു 4 ദിവസം മുന്നേ, അന്ന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇടുന്നത് എനിക്ക് ഒന്ന് സുഖമായി ഓക്കെ ആയി എന്ന് പറഞ്ഞപ്പം ഒന്ന് നഖത്തുമ്മ ഒരു വട്ടം കൂടെ ഇട്ടിട്ടാ, അങ്ങനെ 2 വട്ടം ഇട്ടത്. പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ മെഹന്തി ഭയങ്കര ഇഷ്ടമാണ്, ഫാദുവിനും നല്ലോണം ഇഷ്ടമാട്ടോ. പാവം മെഹന്തിയെല്ലാം എനിക്ക് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു ഇവിടെ പോയിട്ട്, മാത്രം എന്താക്കുന്ന ഇടാൻ പറ്റണ്ടേ. അങ്ങനെ പിന്നെ എൻ്റെ സിസ്റ്റർ രണ്ടാം പെരുന്നാൾക്ക് വന്നീനല്ലേ, അപ്പോൾ അവളെ കൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കുന്ന ആ ഒരു ടൈമിൽ അവിടുന്ന് ചായക്കടയിൽ നിന്നില്ലേ ഫുഡ് കുറച്ച് വെയിറ്റ് ആക്കണമല്ലോ നമ്മൾ ഓർഡർ ആക്കിയാൽ, ആ ഒരു ടൈമിൽ എനിക്ക് മെഹന്തി ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അവൾ. പിന്നെ ഡിസൈൻ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് 2 കയ്യിലും അങ്ങനെ ചെറിയൊരു സിമ്പിൾ ഡിസൈനെല്ലാം ചെയ്ത് തന്നു. ഏതായാലും ആഗ്രഹിച്ചതല്ലേ, പെരുന്നാൾ കഴിഞ്ഞാലും കുഴപ്പമില്ല. അവിടെ സലൂണിൽ നിന്ന് വാങ്ങിച്ച നല്ല ചോക്കുന്ന മൈലാഞ്ചിട്ട് അവിടെ അടുത്ത് തന്നെയുള്ളൊരു സലൂണിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു, ഓർഗാനിക്. അപ്പോൾ ഇതൊക്കെ നല്ലോണം പൊടി പാറിയിട്ടുണ്ട് കേട്ടോ, ഇതൊന്നും ക്ലീൻ ആക്കിയിട്ടില്ല, ഒരാഴ്ച പോലെ അതിന്. ഈ ഒരു ഡ്രസ്സിങ് ടേബിളില്ലേ ഇവിടെല്ലാം നല്ലോണം പൊടി ഇങ്ങനെ പറ്റിയിട്ട് നിൽക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണാമല്ല, ഇപ്പോൾ കുറച്ചായാലും എൻ്റെ കയ്യിൽ എത്തിയിട്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ പൊടിയെല്ലാം ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് തുടച്ചെടുത്ത് ഹാളും റൂമും ഒക്കെ അടിച്ച് വാരി ക്ലീനാക്കി തട്ടിക്കൊട്ടി ബെഡ്ഷീറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് ചേഞ്ചാക്കി എല്ലാം സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ.
ഇതെല്ലാം ഞാൻ പെരുന്നാളിൻ്റെ മുന്നേ ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു. അപ്പം ഇതെല്ലാം ലാസ്റ്റ് ഇപ്പോഴാട്ടോ ചെയ്തത്. ഏതായാലും ചെയ്തപ്പോൾ ഒരു സമാധാനം. നമുക്ക് ക്ലീൻ ഇല്ലാതെ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെ അവിടെ ഇവിടെ ഇതെല്ലാം കിടക്കുന്നത്. പക്ഷേ നമ്മളെ ശരീരം കൊണ്ട് കഴിയാഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും ഇങ്ങനെ ബെടക്കായിട്ടൊന്നുമില്ല. എന്നാലും നമ്മൾ പൊടി പാറുന്നല്ലേ, അപ്പം അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുടക്കുന്നല്ലേ, അപ്പം അത് മാത്രം. ഹലോ ക്ലീനിങ്ങും അതും ഇതെല്ലാം കഴിഞ്ഞപ്പം ഒരു മനസ്സമാധാനം കേട്ടോ. പിന്നെ ഫ്രഷ് ആവലെല്ലാം കഴിഞ്ഞ് പിന്നെ ഉറങ്ങിയിട്ടാ. പിന്നെ പിറ്റേന്നാണ് ഈ ഒരു വീഡിയോസ് എടുക്കുന്നത്. ഇതിപ്പം ഞാൻ എൻ്റെ പെരുന്നാളിൻ്റെ ഡ്രസ്സ് കാണിക്കാം കേട്ടോ. ഞാൻ ഒന്നൊരു കോട്ടൻ്റെത് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു പാകിസ്ഥാനി സൂട്ട്. അതും ഞാൻ പുറത്തുനിന്ന് ഇങ്ങനെ വാങ്ങിച്ചതായിരുന്നു. ഇത് എൻ്റെ കയ്യിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പെരുന്നാൾക്ക് ഇടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഏതായാലും ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഞാനിപ്പോൾ ഇടുന്നില്ല, ഞാൻ ഒന്ന് കാണിച്ചു തരാം. പിന്നെ മെഹന്തി ഇതാ നല്ലോണം ചോന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഡ്രസ്സ് എൻ്റെ അടുത്തുള്ളത് തന്നെയാണ്. ഇതൊരു ചുങ്കിടി പോലത്തതാണ്. ഇതിൻ്റെ 3 കളേഴ്സ് ഉണ്ട് കേട്ടോ. പിങ്ക് ഉണ്ട്, ഇതേപോലെ തന്നെ സെയിം തന്നെ ഒരു ലൈറ്റ് ബ്ലൂ ഉണ്ട്, പിന്നെ വേറൊരു കളറുണ്ടായിരുന്നു, അത് പോയിട്ടുണ്ട്. ഇത് പിങ്ക് എൻ്റെ അടുത്ത് ഇത്ര ഇല്ല കേട്ടോ, ഷോർട്ടാണ്. ഇത് കുറച്ച് ലെങ്ത് ഉണ്ട്. അങ്ങനത്തെ ഒരു സൂട്ട് തന്നെയാണ് കേട്ടോ, നല്ല മെറ്റീരിയലാണ്. അപ്പോൾ ഈ ഒരു കളറ് എനിക്കിഷ്ടമാണ് കേട്ടോ, അങ്ങനത്തെ ഒരു കളറ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോസെല്ലാം നമ്മൾ എടുക്കണം എന്നല്ല വിചാരിച്ചൊന്നും എടുത്തിട്ടില്ല. പിന്നെ എവിടെയെങ്കിലും ഇനിയിപ്പോൾ എന്തെങ്കിലും ഫങ്ഷനാ എപ്പോഴെങ്കിലുമൊക്കെ പോകുമ്പോൾ പുറത്തെല്ലാം എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചതാണ് കേട്ടോ. പിന്നെ അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ നമുക്ക് ഫോട്ടോ വീഡിയോസ് എല്ലാം പുറത്ത് പോയിട്ടെടുക്കാം എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ചൂട് കേട്ടോ പുറത്ത്, അതിനൊന്നുള്ള മൂഡില്ല. അപ്പോൾ ഇൻഷാല്ലാ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും ഫങ്ഷനൊക്കെ. അപ്പോൾ ഇൻഷാല്ലാ അന്നിടുമ്പം ഞാൻ നേരെ കാണിക്കട്ടെ. ഇനി ഇതിൻ്റെ കളേഴ്സിൻ്റെ വീഡിയോസ് എല്ലാം ചെയ്യാനുണ്ട്. ഇൻഷാല്ലാ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്താ പറയുക ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. അതിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ മെസ്സേജ് അയച്ചാൽ റീപ്ലൈ തരട്ടോ. പിന്നെ UAE മാത്രമേ ഡെലിവറികളും നാട്ടിലേക്കൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഇതിനിടാൻ വെച്ച ഡ്രസ്സ്. പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഇതിൻ്റെ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കോട്ടൻ്റെത്, അത് നോർമലി കോട്ടൻ്റെത് കേട്ടോ, നല്ല ലൂസുള്ള അപ്പം അങ്ങനത്തെ തന്നെ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഫോട്ടോസ് കൊടുക്കട്ടെ. അത് ഞാൻ ഏതോ ഒരു ഷോപ്പിൽ നിന്ന് ഇങ്ങനെ പോയപ്പോൾ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ ഫാദർ ആയാലും കോഡ് സെറ്റാണ് കേട്ടോ എടുത്തത്. ഫാദും എടുത്തിട്ടൊന്നും ഇല്ലായിരുന്നു അന്ന് പെരുന്നാളിൻ്റെ അന്ന്. സുബീക്ക് ഇവിടെ ഒരു ഷോപ്പ് നമ്മൾ അജ്മാനിൽ തന്നെ നമ്മളെ റൂമിൻ്റെ അടുത്തൊരു ഷോപ്പ് ഓപ്പൺ ഉണ്ട്. പിന്നെ പെരുന്നാൾക്ക് ഞാൻ ഫാദിനോട് പറഞ്ഞു പുതിയ ഡ്രസ്സ് ഇടണമല്ലോ. ഫാദും തന്നെ നല്ലോണം ബിസി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഒരു 2 കോഡ് സെറ്റ് എടുത്ത്, ഒരു വൈറ്റും ഇപ്പോൾ ഞാൻ കാണിച്ചില്ല, ഒരു വൈറ്റും അതേപോലെ തന്നെ ഒരു ബ്ലാക്കും ആണ് എടുത്തത്. ബ്ലാക്ക് പെരുന്നാളിൻ്റെ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു, വൈറ്റ് ഇട്ടിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. പിന്നെ ഒരു ചപ്പല്, വള, റിങ്, കമ്മൽ ഇതെല്ലാം ഞാൻ ഗുജറാത്തിൽ പോയിട്ടുണ്ടായിരുന്നല്ലേ, ആ ഒരു ടൈമിൽ വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാനും വേണ്ടിയിട്ട് അങ്ങനെ സെറ്റാക്കിയിട്ടെല്ലാം വെച്ചതാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അതാ വൈകുന്നേരം കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തെല്ലോ ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ ഒന്നും അങ്ങോട്ട് പറ്റുന്നേ ഇല്ല ഉണ്ടാക്കാൻ. കിച്ചണിക്ക് വരും, പിന്നെ വെറും കഞ്ഞി തന്നെ ആക്കിയിട്ട് ഞാൻ പോവും, അല്ലെങ്കിൽ തക്കാളി ചോറ അങ്ങനെ. ഞാനിപ്പം വെജ് മാത്രമേ കൂട്ടുന്നുള്ളൂ. ഡോക്ടർ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എന്നാലും നമ്മൾ മെഡിസിനെല്ലാം കുടിക്കുന്നല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ. അപ്പോൾ അതാ കുറച്ച് നട്ട്സും കാര്യങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിട്ട് ഞാൻ അന്ന്, അതായത് പെരുന്നാളിൻ്റെ 3 ദിവസം മുന്നേ ഒരു ഈത്തപ്പഴലിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക കുരുവെല്ലാം കളഞ്ഞ് വെച്ചിനല്ലേ, അത് ഫ്രിഡ്ജിൽ ഇപ്പോഴും അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതുണ്ടാക്കിയിട്ടില്ല, ഇൻഷാല്ലാ അവർക്ക് ഉണ്ടാക്കണം. അപ്പോൾ അതാ നട്ട്സെല്ലാം വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കുപ്പിയിലാക്കി വെക്കാനുണ്ട്. പിന്നെ ഇതാ നല്ല പഴുക്കുന്ന ടൈമായിട്ടുണ്ട് കേട്ടോ ഈത്തപ്പഴം. അപ്പോൾ ഇതിപ്പ അല്ലേന്ന് കൊടുന്നിരുന്നു. അപ്പോൾ കുറച്ച് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു, കുറച്ചപ്പോൾ നാട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ ഇത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കേടുവരും. അപ്പോൾ ഞാനിതൊരു ബോക്സിലാക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കലാണ്. എന്നിട്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു ടൈമിൽ ഇങ്ങനെ തിന്നാൻ, നല്ല തേന് പോലത്താണ്. അപ്പോൾ ഞാനിന്ന് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ജ്യൂസും ആക്കുന്നുണ്ട്. പിന്നെ സോയാബീൻ വെച്ചിട്ട് ഒരു ഈസി ആയിട്ടൊരു ബിരിയാണി ആക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ജ്യൂസിലെ നല്ലോണം ഹെവി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. പിന്നെ അതേപോലെ തന്നെ ബിരിയാണി ആയാലും സോയ ചങ്ക്സിൻ്റെ ഒരു അടിപൊളി സ്പെഷ്യലായിട്ടുള്ള ഒരു നല്ലൊരു വെറൈറ്റി ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അത് ആദ്യം ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഞാനത് കുറച്ച് കാഷ്യൂ, അതേപോലെ തന്നെ അത്തിപ്പഴം ഇല്ലേ, ഒരു 4-5 എണ്ണം എടുക്കണം. ഒരു 4 എണ്ണം മതി കേട്ടോ, 2 ഗ്ലാസ്സിന് ഒരു 4 എണ്ണം മതി. പിന്നെ അതേപോലെ തന്നെ ഒരു 5-6 കാഷ്യൂ എടുത്തിട്ടുണ്ട്.
പിന്നെ ഇതാ ഈത്തപ്പഴം പോലത്തെ വേറൊരു ബ്ലാക്ക് സാധനമാണ് പ്രൂണക്സ് എന്ന് പറയിട്ടത്. ഇത് നല്ല ടേസ്റ്റാണ്. നമ്മളെ എന്തൊക്കെ ചറക്കല്ലേ മറ്റേ പുളിയച്ചാറെന്നെല്ലാം പറയും, അതിൻ്റെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതും 4 എടുത്തിട്ടുണ്ട്. കുറച്ച് എടുത്താൽ മതി കേട്ടോ. ഒരു ഗ്ലാസ്സിന് 2 എന്നുള്ള കണക്കിലാണ് പ്രോണസ് എല്ലാം എടുക്കുന്നത്. പിന്നെ ബാക്കിയുള്ളത് ഇതാ ഞാൻ ബോട്ടിലാക്കിയിട്ട് അപ്പം തന്നെ ഫില്ലാക്കിയിട്ട് അത് അവിടെ വെക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യാം, അതായത് പണിയെല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ പിന്നെ അത് അങ്ങനെ കവറിലൊക്കെ കിട്ടിയിട്ട് അങ്ങനെ പിന്നെ വേറെ പണിക്ക് പോകുന്നു. അപ്പോൾ അപ്പന്നെ അതെല്ലാം ഫിനിഷ് ആക്കിയിട്ട് വെച്ച്. പിന്നെ അതാ ബ്ലാക്ക് മുന്തിരിയില്ലേ, ഒരു 8-10, ഒരാൾക്കൊരു 5 എന്നുള്ള രീതിയിൽ ഒരു 10 എടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്, മധുരത്തിനുള്ള ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ല ഉപ്പ കൊണ്ടുവന്നതാണ്. ഒരു 5-8 എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നല്ലോണം കഴുകിയതിന് ശേഷം ഇതിലേക്ക് ഇതാ ഒരു 1/2 കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അതടം വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് സോക്കായിട്ട് വരട്ടെ. ഇനി ഇതാ ബിരിയാണിക്കുള്ള കുറച്ച് വെജിറ്റബിളൊക്കെ വേണം. വെജിറ്റബിൾ എന്ന് പറയാൻ കുറേയൊന്നും വേണ്ട കേട്ടോ. അത് സിമ്പിളായിട്ട് ഞാൻ പറയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അതിനോണ്ട് തന്നെ മല്ലിയില പുതിന മസ്റ്റായിട്ട് വേണം കേട്ടോ, കുറച്ച് കൂടുതൽ തന്നെ വേണം. അപ്പോൾ അതാ ഞാനിപ്പം 2 ആൾക്കുള്ള ആ ഒരു മെഷർമെൻറ്റിലാണ് കേട്ടോ എടുക്കുന്നുള്ളത്. അപ്പോൾ 2 ഉള്ളി എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ മല്ലിയില പുതിനയില ഇതെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ അതാ സോയ ചങ്ക്സ്, ഇത് ഒരു കപ്പ് എടുക്കാം കേട്ടോ. അത് നമുക്ക് എത്ര വേണ്ടത് അതനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ സോയ ചങ്ക്സിൽ നല്ലോണം തിളച്ച വെള്ളത്തിലിട്ടിട്ട് വെക്കണം, ഒരു 2-3 മിനിറ്റ് ഇട്ട് വെക്കണം. അപ്പോൾ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പിട്ടിട്ട് അതവിടെ മൂടി വെച്ചിട്ടുണ്ട്. കുറച്ച് ചൂടാറിയിട്ട് കൈ വെച്ചിട്ട് നല്ലോണം പിഴിഞ്ഞിട്ട് എടുത്താൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും. ഇനിയിപ്പോൾ അതിലേക്കുള്ള ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ബിരിയാണിക്ക് ഇപ്പം 2 ഉള്ളിയല്ലേ എടുത്തത്, അപ്പോൾ അതിൽ 1.5 ഉള്ളിയും ഞാൻ നല്ലോണം സ്ലൈസാക്കി കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കൂടുതലും ഫ്രൈ ചെയ്ത ഉള്ളിയാണ് ഇതിലേക്ക് ഇട്ടെടുക്കുന്നുള്ളത്. ഫ്രൈ ചെയ്യാത്ത ഉള്ളി 1/2 ഭാഗം മാത്രം മതി കേട്ടോ. അപ്പോൾ 1.5 ഉള്ളി ഇതുപോലെ ചെറിയൊരു ഗോൾഡൻ കളർ ആക്കിയിട്ട് എടുക്കട്ടെ. നല്ലോണം ഡാർക്ക് ആവേണ്ട, കളറ് പൊടി കറുത്തു പോയാൽ കളറ് എന്താ പറയുക, ഫ്രൈ ചെയ്താൽ കൂടിപ്പോയാൽ ബിരിയാണീൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്. അപ്പോൾ ഇതുപോലെ ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ തന്നെ എടുക്കട്ടെ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കാഷ്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ എടുക്കട്ടെ. അപ്പോൾ ഞാൻ കുറച്ചത് ഉണ്ടായതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുണ്ട്, അതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ ഇപ്പോൾ ചട്ടിയിലാട്ട ഉണ്ടാക്കുന്നത്, കുറച്ചല്ല ഉണ്ടാക്കുള്ളതല്ലേ. അപ്പോൾ ചെറിയ ചട്ടി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ച ഓയിലില്ല, അതൊരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഉള്ളി പകുതി ഉള്ളിയില്ല, അതായത് 1.5 ഉള്ളി നമ്മൾ ഫ്രൈ ചെയ്ത് ബാക്കി 1/2 ഉള്ളി സ്ലൈസാക്കി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വാട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി 2, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതെല്ലാം എടുത്തിട്ട് നല്ലോണം ഒന്ന് കുത്തിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഉള്ളി നല്ലോണം വാടിയതിൻ്റെ ശേഷം കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കുക. അതിൻ്റെ ശേഷം സോയാബീനും ഞാൻ നല്ലോണം കൈവച്ച് പിഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ പീസാക്കാം, ഞാനത് മീഡിയം സൈസ് ആയതുകൊണ്ട് പീസാക്കുന്നൊന്നുമില്ല. അതിട്ട് കൊടുത്തിട്ട് ഫ്ലെയിം കുറച്ച് കൂട്ടി വെച്ചിട്ട് നല്ലോണം ഒന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി, പിന്നെ ഗരം മസാല പൊടി 1/4 ടീസ്പൂണ്, ചെറിയ ജീരകത്തിൻ്റെ പൊടി 1/4 ടീസ്പൂൺ കേട്ടോ. ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരു 2-3 സെക്കൻഡ് ഇതുപോലെ നല്ലോണം ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ, കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒന്ന് തിളച്ച് വരുമ്പം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് തൈര്. ഇത് പുളിയില്ല കേട്ടോ, തൈര് അധികം പുളിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഇട്ടെടുത്താൽ മതി. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയില്ലേ, അതിൽ നിന്ന് ഒരു 1/4 ഭാഗവും എടുത്തിട്ടുണ്ട് കേട്ടോ. അത് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചവിടെ ബാക്കി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ ദമ്മിടുന്ന ടൈമിൽ. പിന്നെ ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് മല്ലിയില പുതിനയില കുറച്ച് കൂടുതൽ തന്നെ വേണം കേട്ടോ അതിന്. അപ്പോൾ ഒരു 2 കൈപ്പിടി നിറച്ചിട്ട് മല്ലിയില, പിന്നെ 1 കൈപ്പിടി നിറച്ചിട്ട് പുതിനയില അത്ര എടുത്തോളിട്ടാ. വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ്, ഈ മസാലയ്ക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ആക്കട്ടോ. ഇപ്പം ഞാൻ വെച്ചിട്ടുള്ള ഹൈ ഫ്ലെയിമിലാണ്. നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒന്ന് തിളച്ച് വരുമ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലോണം മസാലയും സോയ ചങ്ക്സും ഒക്കെ ഒന്ന് നല്ലോണം ഗ്രേവി ആയിട്ട് വരട്ടെ. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ വറ്റിച്ചെടുക്കട്ടോ.
ഇതിലേക്ക് ലാസ്റ്റിൽ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വിട്ടു പോയതാണ് വീഡിയോയിൽ കാണിക്കാൻ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ ഇതാ ഓയിലൊക്കെ മുകൾക്ക് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാ ഗ്രേവി ആയിട്ട്, അതായത് സെമി ഗ്രേവി കേട്ടോ, നല്ല തിക്കല്ല, നല്ല ചെറിയൊരു ഗ്രേവി ആയിട്ട് ഇതാ ഇതുപോലെ ഇരിക്കണം കേട്ടോ. നല്ലോണം വറ്റിച്ചെടുക്കരുത്. ഇനി നമുക്ക് ചോറൊന്നും കൂടെ ദമ്മിടാനുള്ളതാണ്. അപ്പോൾ നല്ലോണം ഒന്ന് നോക്കിയതിൻ്റെ ശേഷം ഉപ്പും പുളിയൊക്കെ ഉണ്ടാകുന്ന നോക്കുക. അതിന് ശേഷം ഇതാ റൈസ് വേവിച്ചത് മുകളിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ മസാലയൊക്കെ ഒന്ന് സെറ്റാക്കുന്ന ടൈമിൽ ഞാൻ കുറച്ചും കൂടെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും അതുപോലെ തന്നെ പുതിനെല്ലാം മല്ലിയെല്ലാം ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ റൈസ് നമ്മൾ മന്തിക്കെല്ലാം വേവിച്ച് ഊറ്റിയിട്ടെടുക്കുന്നില്ലേ, ബസ്മതി റൈസ്, അതാണ് കേട്ടോ. മന്തിൻ്റെ റൈസാണ് എടുത്തിട്ടുള്ളത്. അത് ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് ഒരു 95% വേവിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. എന്നിട്ട് റൈസ് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം അതാ കുറച്ച് നെയ്യും അതുപോലെ തന്നെ മല്ലിയില പുതിനയില പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂ ഉണ്ടായിരുന്നില്ല, അത് പിന്നെ ഉള്ളി ഇതെല്ലാം ഇട്ടിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ദമ്മിടാനും വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ജ്യൂസ് ആക്കുന്നത് നമ്മളെല്ലാം സെറ്റാക്കി വെച്ചില്ലേനോ, അത് 2 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ലോണം പൊതിർന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ്. പിന്നെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മാങ്ങയുടെ മൊത്തത്തിൽ പൾപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ അടുത്ത് ഐസ്ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു കപ്പ് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ചിക്കു ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. വേറെ ലെവലായിരിക്കും. അപ്പം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് പാല് മാത്രമേ കേട്ടോ എൻ്റെ അടുത്തുള്ളൂ. പാലും മാംഗോ പിന്നെ നമ്മൾ നട്ട്സും അതെല്ലാം ഇട്ടിട്ട് നല്ലൊരു ജ്യൂസ് ആക്കുന്നുണ്ട്. ഇതിലേക്ക് ഐസ്ക്രീമില്ലേ, വനില ഐസ്ക്രീം ആട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. നല്ല റിച്ചാണ്, അടിപൊളി, വയറ് ഫില്ലാൻ ഇതന്നെ മതിട്ടാ. ഒരുപാട് നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടതല്ല, നല്ല ടേസ്റ്റാണ്. പിന്നെ ഈത്തപ്പഴം വേണം എന്നുണ്ടെങ്കിൽ ഇട്ടെടുത്താൽ മതിട്ടാ. ഞാനിപ്പം മധുരത്തിന് വേണ്ടിയിട്ട് ഈത്തപ്പഴം ഇട്ടെടുത്തതാണ്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഈ ഒരു ബിരിയാണിയും അതുപോലെ തന്നെ ഈ ജ്യൂസ് എന്തായാലും ഉണ്ടാക്കി നോക്കട്ടെ. ആ ബിരിയാണി വെജിറ്റബിളെല്ലാം ഇഷ്ടപ്പെടുന്നവർ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിക്കോളി. അടിപൊളിയാണ്, ഈസി അല്ലേ, കുറേ സാധനമൊന്നും വേണ്ട. അപ്പോൾ ഈ ഒരു റൈസ് തന്നെ എടുക്കട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മളെ പെരുന്നാളിൻ്റെ വ്ളോഗ് എന്ന് പറയാൻ. 4-5 ദിവസത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി അടിപൊളി റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരട്ടെ. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.